ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ടറിൻ്റെ വീഡിയോ. ഇത് ഗേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി പുറത്തിറക്കുന്ന ആറ്റം 4X എന്ന് പറഞ്ഞൊരു മോഡൽ പ്രൊജക്ടറാണ്. ഇത് ഒരു ഫുൾ HD പ്രൊജക്ടറാണ്. 1080p നേറ്റീവ് റെസൊല്യൂഷൻ ഔട്ട്പുട്ടുള്ളൊരു പ്രൊജക്ടറാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് 400 ISO ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബ്രൈറ്റ്നസ് 400 ISO ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. 600 ആൻസി ലൂമൻസ് ബ്രൈറ്റ്നസ് ഉള്ളൊരു പ്രൊജക്ടറാണ്. കമ്പാരിസൺ വീഡിയോ ആയിട്ടും കൂടി ഞാൻ ചെയ്യാം. കാരണം നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഇതിൻ്റെ തന്നെ ഒരു ചെറിയ മോഡലായിരുന്നു, ഒരു 3X ആറ്റം 3X എന്ന് പറഞ്ഞൊരു മോഡലായിരുന്നു. എടുക്കുന്ന സമയത്ത് അത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ആ ടൈമിൽ തന്നെ ഈ 4Xന് റേറ്റ് കുറഞ്ഞ് 13,900 ഉണ്ടായിരുന്ന 4X പെട്ടെന്ന് റേറ്റ് കുറഞ്ഞ് 8,900 ആയി. അത് കറക്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ പിന്നെ 3X നോക്കിയില്ല, 4X എടുത്തു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3Xന് 5,000:1 കോൺട്രാസ്റ്റ് റേഷ്യോ പറഞ്ഞാൽ ഇതിന് 6,000:1 ഉണ്ട്. അതുപോലെ തന്നെ ആൻസി ലൂമൻസ് 500 ആണ് 3Xന് വരുന്നത്, ഇതിന് 600 ഉണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് 3Xൽ പറയാനുള്ളത് 3Xൽ മാനുവലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 4Xന് അത് മിസ്സിംഗ് ആണ്. ബോക്സിൽ തന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ റിമോട്ട് ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു റിമോട്ട് കൊടുക്കുന്നുണ്ട്. റിമോട്ടിൻ്റെ ഒരു നെഗറ്റീവ് പറയാനാണെങ്കിൽ അതിൽ വോയിസ് കമാൻഡ് കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ എന്ന് പറയാനായിട്ട് മൗസ് പോയിന്റ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഫോക്കസ് നമുക്ക് റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാം. ഈ പ്രൊജക്ടറിൽ പ്രത്യേകിച്ച് ഓൺ ഓഫ് ബട്ടൺ അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ റിമോട്ടിൽ ബാക്കിയുള്ള പ്രൊജക്ടറിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് റിമോട്ടിൽ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബോക്സിൽ വരുന്നത് ഒരു പവർ കോഡ് ഉണ്ട്, അതുകൂടാതെ ഒരു HDMI കേബിൾ വരുന്നുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഈ പ്രൊജക്ടറിൻ്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂസർ മാനുവൽ നോക്കി നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അവരുടെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള വാറണ്ടി കാർഡും ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ബോക്സിൽ വരുന്ന സംഭവങ്ങൾ. പിന്നെ പ്രൊജക്ടറിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗ്ലോസി അല്ല മാറ്റും അല്ലാത്തൊരു ഫിനിഷിങ്, നല്ല കാണാൻ നല്ല ലുക്കായിട്ടുള്ള ഒരു ഫിനിഷിങ് ഉണ്ട്. നല്ല ഒരു കളറാണ്, ഒരു പ്രീമിയം ലുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒട്ടും വെയിറ്റ് തീരെ കുറഞ്ഞൊരു പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടു നടക്കാനൊക്കെ ആയിട്ടും എളുപ്പമായിട്ട് ഇങ്ങനെ തൂക്കി കൊണ്ടുനടക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 വാട്ടിൻ്റെ സ്പീക്കർ ഇതിലുണ്ട്. നൈറ്റ് നമുക്ക് മൂവിയൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് സൗണ്ടിൽ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ കൊടുത്ത് കാണാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്പീക്കർ തന്നെ സഫീഷ്യൻ്റ് ആണ്. കാരണം 5 വാട്ട് സ്പീക്കർ ഇതിലുണ്ട്. അതിൽ നൈറ്റൊക്കെ കേൾക്കാൻ അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്. 170 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സ്ക്രീനിലോട്ടോ സീലിങ്ങിലോട്ടോ ഒക്കെ വെച്ച് കാണാൻ പറ്റിയൊരു രീതിയിലാണ് ഇത് കമ്പനി ഇറക്കിയിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഏത് രീതിയിലോട്ടും റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സൗകര്യം ഇതിലുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് പ്രൊജക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊജക്ടർ തന്നെ ചെയ്യും. നമ്മുടെ സ്ക്രീനിലോട്ട് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്ത് 4 പോയിന്റ് കീ സ്റ്റോണും ഓട്ടോ ഫോക്കസും എല്ലാം ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ചെയ്തോളും. നമുക്ക് ഓക്കെ അല്ല അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ കീ സ്റ്റോൺ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാനുവലായിട്ടും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ, ഒരു HDMI പോർട്ട്, ഒരു ഓഡിയോ ഔട്ട് നമുക്ക് ഹോം തിയേറ്ററിലോട്ടൊക്കെ കൊടുക്കാനായിട്ട് ഓഡിയോ ഔട്ട് എടുക്കാനുള്ളൊരു പോർട്ട്, ഒരു USB പോർട്ട്, ഒരു IRൻ്റെ സെൻസർ, ഒരു വലിയൊരു എയർ വെൻ്റ് പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാനിൻ്റെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്നും ഇതിൽ നമുക്ക് ഫീൽ ചെയ്യണില്ല കേട്ടോ. മൂവി കാണുന്ന സമയത്തൊന്നും ഒരുപാട് നോയ്സ് ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യണില്ല. ഉള്ളിൽ നമ്മൾ വെക്കാൻ നേരത്ത് തെന്നി പോകാണ്ടിരിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് റബ്ബർ ബുഷ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ബാക്കി ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഇങ്ങനത്തെ പ്രൊജക്ടറൊക്കെ നമുക്ക് കിട്ടാൻ നേരത്തെ അതിൻ്റെ അടിയിലൊരു ഒരു ഹോൾ ത്രെഡ് ഉണ്ടാവും, നമുക്ക് സീലിംഗ് മൗണ്ട് ചെയ്യാനും വാൾ മൗണ്ട് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ ഇതിലത് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വാൾ മൗണ്ട് സീലിംഗ് മൗണ്ടൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എവിടെയെങ്കിലും സ്റ്റാൻഡിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആറ്റം 4X എന്ന് പറഞ്ഞ ഈ മോഡലിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10,990 ആണ്. അത് നിങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റ് പോകാനില്ല, കുറച്ച് താഴെ ഒരു 8 രൂപ റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ചെറിയ മോഡലായ 3X എടുക്കാം. അത് ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതും നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊജക്ടറാണ്. ആക്ച്വലി ഞാൻ എടുക്കാൻ നേരത്ത് ഇതിന് എടുക്കുന്നതിന് 2 ദിവസം മുമ്പേ ഈ 4Xന് 13,990 ഉണ്ടായിരുന്നത്. ഞാൻ എടുക്കാൻ നേരത്ത് ഇതിന് വില ഭയങ്കരമായിട്ട് കുറഞ്ഞ് 8,900 ആയി. അതുകൊണ്ടാണ് ഈ മോഡൽ എടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ ആറ്റം 3X എടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കി മേടിച്ചാൽ മതി. റേറ്റിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടൊരു ഫിക്സഡ് റേറ്റ് പറയുന്നില്ല. നിങ്ങൾ ചെക്ക് ചെയ്യുക, നോക്കുക, മേടിക്കുക. ഈ പ്രൊജക്ടറിന് ഫ്രണ്ട് ലെൻസിന് ക്യാപ്പായിട്ടൊന്നും കൊടുത്തിട്ടില്ല. മിക്ക പ്രൊജക്ടറിനും അങ്ങനെയുള്ള സംഭവങ്ങൾ വരാറുണ്ട്, ഇതിൽ അത് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്കത് യൂസിങ് കഴിയുമ്പോൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് ചെയ്യാറാണ്ട് ഉള്ളൂ. ലെൻസിൻ്റെ അടിയിൽ കാണുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോമാറ്റിക് പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കീ സ്റ്റോണും ഓട്ടോ ഫോക്കസൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സെൻസറാണ്.
ഈ പ്രൊജക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ ഒരു ചെറിയ മിനി ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു റൂം അറേഞ്ച് ചെയ്യുന്നതിൻ്റെ A to Z ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും കാണണം. കുറച്ച് ഇതേപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് പ്ലേ സ്റ്റോർ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അത് നമുക്ക് വീഡിയോ ഓഡിയോ സംബന്ധമായിട്ടുള്ള എക്സ്ട്രാ മീഡിയ പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് Wi-Fi 6 സപ്പോർട്ടാണ്. പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് 5.0 ആണ്. കുറഞ്ഞ വെർഷനാണ്, എങ്കിലും നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വയർ കണക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് ഓഡിയോ ഔട്ട് എടുക്കാം. അതുപോലെ തന്നെ Android 13 ഇത് വരുന്നത്. ഒരു 1080p അതായത് ഫുൾ HD നേറ്റീവ് റെസൊല്യൂഷൻ ഉള്ള ഒരു പ്രൊജക്ടർ ആണെങ്കിൽ പോലും ഇതിൽ 4K വീഡിയോസ് സപ്പോർട്ടാണ്. യൂട്യൂബിൽ ഇതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ പ്ലേ ചെയ്യാൻ പറ്റുന്നത് 1080p 60 FPS HDR കണ്ടന്റ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് 4K സപ്പോർട്ട് ആവില്ല. 4K നമുക്ക് യൂട്യൂബിൽ കാണിക്കില്ല. പിന്നെ ഇതിൽ 4K സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെൻ ഡ്രൈവും അതുപോലെ തന്നെ HDMI കണക്ടിവിറ്റിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 4K കണ്ടന്റ് ഇതിൽ പ്ലേ ചെയ്ത് കാണാം. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴും ഫുൾ HDയിലായിരിക്കുള്ളൂ. നമുക്ക് 4K കണ്ടന്റുകൾ ഇതിൽ പ്ലേ ചെയ്ത് കാണാം. ഇതിൽ കുറച്ച് വീഡിയോ സാമ്പിൾസ് ഞാൻ ഡേ ലൈറ്റിലും നൈറ്റിലും എടുത്തേക്കണം. അതിൻ്റെ കുറച്ച് വീഡിയോ സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കണക്ടിവിറ്റിയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഇതിൽ മിറർ ചെയ്ത് കാണാം. അതായത് മൊബൈൽ ഫോണിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അത് തന്നെ ഈ വലിയ സ്ക്രീനിലോട്ട് നമുക്ക് മിറർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. എന്ത് തന്നെയാണെങ്കിലും മൾട്ടിമീഡിയ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ തന്നെ ഗെയിം, എന്താണെങ്കിലും നമുക്ക് ഫോണിൽ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് വലിയ സ്ക്രീനിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ലാഗ് ഉണ്ടാന്ന് ചോദിച്ചാൽ ലാഗ് ഉണ്ട്, പക്ഷേ ഒരുപാട് ലാഗ് ഒന്നുമില്ല കേട്ടോ. ചെറിയൊരു ലേറ്റൻസി, അതായത് ഒരു 2.4 ms അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ലേറ്റൻസി ഉള്ളു. അത് ഞാൻ ഗെയിം കളിച്ച് നോക്കി, അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്നാലും കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ ഗെയിം കളിക്കണ ഒരു എഫക്റ്റ് ഒന്നും കിട്ടില്ല. എങ്കിലും നമുക്ക് വലിയ സ്ക്രീനിൽ അത്യാവശ്യം ഗെയിം കളിക്കാം. ഇതൊക്കെ തന്നെയാണ് പ്രൊജക്ടറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി അധികം ലാഗ് അടിപ്പിക്കാനുള്ള ഇത് ഓൺ ചെയ്തിട്ട് ബാക്കി സെറ്റപ്പ് ചെയ്യണ കാര്യങ്ങളും ബാക്കി സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ സാമ്പിൾസും എല്ലാം കാണിച്ചു തരാം. ഓക്കെ. നിങ്ങൾ ഇതേപോലെ ഒരു പ്രൊജക്ടർ മേടിച്ച് റൂമിൽ ഒരു ചെറിയ മിനി ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊജക്ടർ മേടിക്കുമ്പോൾ എപ്പോഴും മിനിമം 1080p അതായത് ഫുൾ HD റെസൊല്യൂഷൻ നേറ്റീവ് റെസൊല്യൂഷൻ ഉള്ള ഒരു പ്രൊജക്ടർ മേടിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി വിഷ്വലിന് കിട്ടില്ല. അതുപോലെ തന്നെ ആൻസി ലൂമൻസ് നമ്മുടെ റൂമിലൊക്കെ ഡേ ടൈമിലൊക്കെ നല്ലോണം വെളിച്ചം അകത്തേക്ക് കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ട് തോന്നില്ല കുറഞ്ഞ ലൂമൻസ് ഉള്ള എടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ മിനിമം ഒരു 500 ആൻസി ലൂമൻസ് ഉള്ള ഒരു പ്രൊജക്ടർ എടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ 500-ന് മേലെ എത്രയാണെങ്കിലും ഒരു 1000-ന് മേലൊക്കെ ആണെങ്കിൽ അടിപൊളി പ്രൊജക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൊജക്ടർ ഫസ്റ്റ് ടൈം ഓൺ ആക്കി കഴിയുമ്പോഴുള്ളൊരു ഇൻ്റർഫേസ് ആണ്ടി കാണുന്നത്. ഇത് പ്രൊജക്ടർ ഒന്ന് റീസ്റ്റാർട്ടായി വരുന്നതാണ്. ഇതിപ്പോൾ ഡേ ടൈമിലാണ് ഞാനത് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാം, റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ വെളിച്ചമുണ്ട്, എന്നിട്ട് പോലും നമുക്ക് നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ പ്രൊജക്ടർ തന്നെ ഓട്ടോമാറ്റിക് 4.4 കോർണറും ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേന്. അതിൻ്റെ ഇടയിൽ ഓട്ടോമാറ്റിക്കലി അത് ഫോക്കസും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് പ്രൊജക്ടർ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ ചില സമയങ്ങളിൽ അത് കറക്റ്റായിട്ട് കിട്ടാറില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളിത് ഓട്ടോമാറ്റിക് കീ സ്റ്റോൺ എന്നുള്ളത് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് മാനുവലായിട്ട് റിമോട്ടിലി 4 കോർണറും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ പ്രൊജക്ടർ തന്നെ ഓട്ടോമാറ്റിക് അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ കോർണറൊക്കെ പോയിരിക്കുന്നത് ഈ സ്ക്രീനിൻ്റെ പുറത്തോട്ടൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ളത് ഓഫ് ചെയ്തിട്ടിട്ട് നമ്മൾ മാനുവലായിട്ട് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഈ പ്രൊജക്ടർ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ ലാംഗ്വേജും മെയിൽ ID ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ഓപ്പൺ ആക്കി എടുക്കണം. നമ്മൾ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് മെയിൽ ID ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ബാക്കി ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈഫൈ കണക്ടിവിറ്റി ഒക്കെ കൊടുത്ത് മെയിൽ ID എല്ലാം കൊടുത്ത് നമ്മൾ കയറി കഴിയുമ്പോഴുള്ള ഹോം പേജ് ഇതാണ്. ഈ പ്രൊജക്ടറിൻ്റെ ഹോം പേജാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടാൽ മനസ്സിലാവും, നല്ല സ്പീഡായിട്ട് തന്നെ ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. ലാഗൊന്നുമില്ല. അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻ എല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, അതുപോലെ തന്നെ ആമസോൺ പ്രൈം, അങ്ങനെയുള്ള അത്യാവശ്യമുള്ള സംഭവങ്ങളെല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ബാക്കിയുള്ളത് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സെറ്റിങ്സ് എടുത്തിട്ട് സെറ്റിങ്സിൽ ഇതാണ് പ്രൊജക്ടറിൻ്റെ സെറ്റിങ്സ്. ഇതിൽ ലാംഗ്വേജ്, ഡേറ്റ് ആൻഡ് ടൈം, അതുപോലെ തന്നെ ആക്സസറീസ്, കീബോർഡ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ പ്രൊജക്ടറിനെ കുറിച്ചുള്ള എബോട്ട് എല്ലാം ഇതിലുണ്ടാവും. നമ്മൾ ഡേറ്റും ടൈമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ആദ്യം ഒന്ന് കീ സ്റ്റോൺ കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട്.
അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ പ്രൊജക്ടറിൻ്റെ സെറ്റിങ്സിലുള്ള ഈ ഓട്ടോ ഫോക്കസ് എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്തിടണം. അതിനുശേഷം അത് ഓഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മാനുവലായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ വരും. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് റിമോട്ടിൽ തന്നെ ഇതേപോലെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കറക്റ്റ് സ്ക്രീനിൻ്റെ സെൻറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് പ്രൊജക്ടർ വെക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇച്ചിരി അല്പം സ്വല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിഞ്ഞാണ് പ്രൊജക്ടർ ഇരിക്കുന്നത്, നമുക്ക് ഇതേപോലെ കോർണറൊക്കെ മാനുവലായിട്ട് തന്നെ റിമോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോഴുള്ള വിസിബിലിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ലൈറ്റ് ഓൺ ആണെങ്കിൽ പോലും ഇത്ര ലൈറ്റുള്ള റൂമിൽ അങ്ങനെ കാണും. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ആണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ 4 കോർണറും പക്കയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ സ്ക്രീനിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം നമ്മൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും നമ്മൾ മാനുവലായിട്ട് എല്ലാം സ്ക്രീനിൽ പക്കയായിട്ട് സ്ക്രീനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആപ്ലിക്കേഷനൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ആവശ്യത്തിനുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി ഒരു വീഡിയോ സാമ്പിൾ കാണാം നമുക്ക്. ഈ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വന്ന കാരണം ഞാൻ ഓഡിയോ കട്ട് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് വിഷ്വൽ മാത്രം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഞാൻ വിത്ത് ഓഡിയോ ഞാൻ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലാണ് എടുത്തേക്കുന്നത്. യൂട്യൂബിൽ 4K വീഡിയോ ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. പക്ഷേ അതിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 1080 ആണ് കേട്ടോ. 4K വീഡിയോ ആണ് ഇത് ഓൾറെഡി. പക്ഷേ 1080 നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇപ്പോൾ ലൈറ്റ് ഓൾറെഡി നമ്മുടെ റൂമിൽ ലൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ബാക്കിലെ വിൻഡോ ഒക്കെ കണ്ടറിയാം, നല്ല വെളിച്ചമുള്ളതാണ്. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് ഇത്ര ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. കൂടുതലായിട്ട് ഈ ഓഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് കോപ്പിറൈറ്റിൻ്റെ വിഷയം വന്നത്. എനിക്ക് കൂടുതൽ അങ്ങനെയാണ് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ ഓഡിയോ ഇവിടെ കാണിക്കാത്തത്. ഇപ്പോൾ വിഷ്വൽ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് സ്ക്രീനിൽ ചെറിയ ചെറിയ ചുളുക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ഈ സ്ക്രീനിൽ ലൈറ്റ് വന്നു കഴിയുമ്പോൾ, ഈ വിഷ്വൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. നല്ല പക്കയായിട്ടിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴുള്ള ഫീലല്ല എനിക്ക് നിങ്ങൾക്ക് മൊബൈലിൽ കൂടി കാണുമ്പോൾ എത്രമാത്രം ക്ലാരിറ്റി മനസ്സിലാകേണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇത് നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു പ്രൊജക്ടർ. ഞാൻ കുറച്ചുകൂടി അടുത്ത് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം അതിൻ്റെ സാധാരണ കുറഞ്ഞ ക്വാളിറ്റിയുള്ള, അതായത് റെസൊല്യൂഷൻ കുറഞ്ഞ പ്രൊജക്ടറിലോട്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ഈ പിക്സലുകൾ, ഇതിപ്പോൾ നമ്മുടെ സ്ക്രീനിൻ്റെ ടെക്സ്ചറാണ് കണ്ടത്. അല്ലാതെയുള്ള പിക്സലുകൾ പോലത്തെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പാടുകൾ നമുക്ക് കാണാൻ പറ്റും കുറഞ്ഞ റെസൊല്യൂഷൻ പ്രൊജക്ടറിൽ. ഇതിൽ അങ്ങനത്തെ ഒരു സംഭവം ഇത്ര അടുത്ത് പോയി എന്നിട്ട് പോലും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ. പക്കാ ക്വാളിറ്റിയാണ്. നിങ്ങൾ മൊബൈലിൽ കാണുന്നവരല്ല, നേരിട്ട് അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊജക്ടറാണ്. നല്ല കാണാൻ നല്ല ബ്ലാക്കൊക്കെ അത്യാവശ്യം ഡീപ് ബ്ലാക്ക് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടതാണ് ഇതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി. അത്യാവശ്യം നല്ലൊരു പ്രൊജക്ടറാണ്, നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രൊജക്ടറാണ്. നമുക്ക് വീട്ടിലോട്ടൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊജക്ടറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചും കൂടി വീഡിയോ ഓഡിയോ വെച്ചിട്ട് പ്ലേ ചെയ്യണതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ റൂം ചെറിയൊരു മിനി തിയേറ്റർ സെറ്റ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ കുറച്ചും കൂടി സൗണ്ടൊക്കെ ഇട്ടിട്ട് നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് അത് കാണാം. അതുപോലെ തന്നെ തിയേറ്റർ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണവർക്ക് ആ വീഡിയോ ഭയങ്കര ഉപകാരപ്പെടും. അതിൽ കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് സ്ക്രീൻ ചെയ്യണതിൻ്റെയൊക്കെ കുറച്ച് സംഭവങ്ങൾ ഞാൻ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും അത് കാണണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഒരു മിനി തിയേറ്റർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കുറേ ട്രിക്സൊക്കെ ആ വീഡിയോയിൽ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് കാണുക. അപ്പോൾ ഇതിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാൻ പ്ലേ ചെയ്യാൻ പറ്റിയത് 1080 മാക്സിമം റെസൊല്യൂഷൻ 1080p 60 FPS HDR കണ്ടൻറ്റ് ഇതേപോലെ പ്ലേ ചെയ്യും. അപ്പോൾ പ്രൊജക്ടറിൻ്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ പ്രൊജക്ടറിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അത്യാവശ്യം നമുക്ക് വീട്ടിലോട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു, ഡേ ടൈമിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രൊജക്ടറാണിത്. മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.